ഹലോ ഗൈസ്, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. അങ്ങനെ എല്ലാവർക്കും അറിയാം, ഊട്ടി ഷോസ് ഒക്കെ സ്റ്റാർട്ടായിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഊട്ടിയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കാണെങ്കിൽ ഊട്ടി ഷോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണ്, ഡേറ്റ്സ് ഒന്നും ക്ലിയർ ആയിട്ട് അറിയത്തില്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞങ്ങൾ ഡേറ്റ്സും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഡോഗ് ഷോ കാണാനാണ് വന്നത്. ഡോഗ് ഷോ 3 ദിവസമാണ് ഉള്ളത്, 9, 10 and 11. അങ്ങനെ പാർക്കിംഗ് ചാർജ് 100 റുപ്പീസേ ഉള്ളൂ. എൻട്രി ചാർജ് സെപ്പറേറ്റ് ആണ്, 50 റുപ്പീസേ ഉള്ളൂ. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഡോഗ് ഷോ കാണാൻ പോകുന്നത്. അങ്ങനെ മിഡ്നൈറ്റ് ആൻഡ് ഫാമിലിയാണ് വരുന്നത്. അവർ വരുന്നവരെ നമുക്ക് അകത്തേക്ക് കയറി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. അങ്ങനെ ഇത് ഗവൺമെൻറ് ആർട്സ് കോളേജ് ഇൻ ഊട്ടിയിലാണ് ഈ ഷോ നടക്കുന്നത്. അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ്. ഒരു സൈഡിലാണെങ്കിൽ ഡോഗിൻ്റെ ഫുഡൊക്കെയാണ് ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പം വെറൈറ്റി ബ്രീഡ്സ് ഓഫ് ഡോഗ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. ലാബ്രഡോർ, ബോക്സർ, ഗോൾഡൻ റിട്രീവർ, ഡാഷ്, ബീഗിള്, ഗ്രേഡൻ, പിന്നെ വേറെ കുറേ ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വായിക്കൊള്ളാത്ത പേരായിരുന്നു. ഞങ്ങളവിടെ ചെന്നത് ഒരു ആഫ്റ്റർനൂൺ ടൈമാണ്. ഇനിയിപ്പോൾ ബീഗിളുടെ ഷോ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും തിങ്ക് ചെയ്യുമായിരിക്കും, എന്താണ് ഡോഗ് ഷോ? ജസ്റ്റ് ഡോഗ്സിനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് അവരുടെ ഒരു ഷോ നടത്തുന്നതായിരിക്കും ഡോഗ് ഷോ. അല്ല, ഡോഗ്സിൻ്റെ ആണെങ്കിൽ ഒബീഡിയൻസ് ടെസ്റ്റ് ആണ് ഇവിടെ ഈ ഷോയിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ജഡ്ജസ് ഓരോ കമാൻഡ്മെൻറ്റ് കൊടുക്കും. കെയർ ടേക്കർ ആണ് ആ ഡോഗ്സിനെ കൊണ്ട് ആ കമാൻഡ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഏത് ഡോഗാണ് ബെസ്റ്റായിട്ട് ചെയ്യുന്നത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസായിട്ട് അവർക്ക് ട്രോഫിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം നടന്ന് കണ്ടു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് റോട്ട് വീലറിനെ കണ്ടത്. അങ്ങനെ കെയർ ടേക്കർ അതിന് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് ഒരാൾ അതിനെ തൊടാൻ വേണ്ടി വന്നത്. കെയർ ടേക്കർ ആണെങ്കിൽ പിന്നെ അയാളെ വഴക്ക് പറഞ്ഞു, ഒരിക്കലും നമ്മൾ ഫുഡ് കഴിക്കുന്ന ഡോഗിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല, അത് പിന്നെ തിരിച്ച് കടിക്കും നമ്മളെ. പിന്നെ ഞങ്ങൾ ഡാഷിനെയും ഗോൾഡൻ റിട്രീവറിനെയൊക്കെ കണ്ടു. എന്ത് ക്യൂട്ടായിരുന്നു അതിനെ കാണാൻ. അങ്ങനെ മിഥുനേട്ടനും വസുവും പാത്തൂട്ടിയും എത്തി. പാത്തൂട്ടി ആണെങ്കിൽ എബിക്കുട്ടിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എബിക്കുട്ടിനും അതേ എക്സൈറ്റഡ് ആയിരുന്നു പാത്തൂട്ടീനെ കണ്ടപ്പം. പിന്നെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ഒരു ലോകം തന്നെയായിരുന്നു. ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞങ്ങളെല്ലാവരും കൂടി കൂടുന്നത്. ബീഗിളുടെ ഷോ സ്റ്റാർട്ടായി. എല്ലാ ബീഗിളും ഒരുമിച്ച് കൂടുന്ന് ഓടുന്ന കാണാൻ എന്ത് ഭംഗിയാ. എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റും സൂപ്പർ ക്ലൈമറ്റ് ആണ്. ഊട്ടിയിലെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഉച്ചയാവുമ്പോൾ തന്നെ ഒരു റെയിനി വെതറാണ് ഊട്ടിയിലുള്ളത്. എന്തായാലും ഇന്നൊരു നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഷോ ഒക്കെ നന്നായി കാണാനും പറ്റി. അങ്ങനെ ഞങ്ങൾ ദൂരേന്ന് കണ്ടു ഒരു ബ്ലാക്ക് കളർ ഡോഗ് വരുന്ന, അതാണ് ലാബ്രഡോർ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഡോഗിനെ വളർത്തുന്നുണ്ടായിരുന്നു. അത് ലാബ്രഡോർ ആയിരുന്നു, സെയിം ബ്ലാക്ക് കളറാണ്. ഇപ്പം ആ ഡോഗില്ല. ഇച്ചായൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. ഇച്ചായൻ്റെ വീട്ടിലും ലാബ്രഡോർ ആയിരുന്നു, പക്ഷെ അത് ഒരു ബ്രൗണിഷ് കളറാണ്. അവിടെ ഇപ്പം ആ ഡോഗില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത ബ്രീഡുള്ള ഡോഗിനെയാണ് കണ്ടത്, സൈബേറിയൻ ഹസ്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രീഡാണ്. അതെന്താണെന്നറിയോ, എനിക്ക് ആ ഡോഗിനെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രീഡിൻ്റെ പേരിന് തന്നെ ഉണ്ട് ഒരു വെയിറ്റ്. കുട്ടികൾ 3 പേരും എൻജോയ് ചെയ്യുമായിരുന്നു. അത്രയും വലിയ സ്പേഷ്യസ് ഉള്ളൊരു ഗ്രൗണ്ട് ആയതുകൊണ്ട് അവർക്ക് 3 പേർക്ക് ഓടി കളിക്കായിരുന്നു. അങ്ങനെ അടുത്ത കോമ്പറ്റീഷൻ ആണെങ്കിൽ സ്റ്റാർട്ടായി. ഇവിടെ എന്താ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ജഡ്ജസ് ആണെങ്കിൽ 4 കർച്ചീഫ് താഴെ വെക്കും. എന്നിട്ട് കെയർ ടേക്കറിനോടും ഡോഗിനോടും ഒരു പോയിന്റിൽ വന്ന് നിൽക്കാൻ പറയും. ഡോഗിനെ തിരിച്ചായിരിക്കും നിർത്തിയിരിക്കുന്നത്. കെയർ ടേക്കറിൻ്റെ കയ്യിലും ഒരു കർച്ചീഫിൽ സെൻറ്റ് അടിച്ചിട്ട് കെയർ ടേക്കറിൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ടാണെങ്കിൽ ഡോഗിനെ കൊണ്ട് ഈ കർച്ചീഫ് സ്മെല്ല് ചെയ്യിപ്പിക്കും. ഈ സെൻറ്റ് സ്മെല്ലുള്ള കർച്ചീഫ് ഏതാണെന്ന് ഡോഗ് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് കെയർ ടേക്കറിൻ്റെ കയ്യിൽ കൊടുക്കണം. അതാണ് ഈ കാണുന്ന വീഡിയോയിലെ അടുത്ത കോമ്പറ്റീഷന്. കുറേ ഡോഗ്സൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു.
സോ ഇതൊക്കെയാണ് ഈ ഡോഗ് ഷോയിൽ നടക്കുന്ന കോമ്പറ്റീഷൻ. നിങ്ങൾക്ക് കാണാൻ മാത്രം തന്നെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗോൾഡൻ റിട്രീവറിനെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ കെയർ ടേക്കറിനോട് ചോദിച്ചു ഞങ്ങൾക്ക് അതിനെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുമോ എന്ന്. കെയർ ടേക്കർ പറഞ്ഞു യെസ് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ എബിക്കുട്ടനും പാത്തൂട്ടി ഇച്ചായനും അതിനെ ടച്ച് ചെയ്യായിരുന്നു. ഞങ്ങൾ കുറേ ഡോഗ്സിനെ ആണെങ്കിൽ ടച്ച് ചെയ്തു. അതെല്ലാം ഞങ്ങൾ കെയർ ടേക്കറിനോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. സോ അവർക്ക് മാത്രമേ അറിയുള്ളൂ ഡോഗ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ചോദിച്ചിട്ട് തന്നെയാണ് ടച്ച് ചെയ്തതും ഫോട്ടോസും ഒക്കെ എടുത്തത്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അവരാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഏട്ടൻ പോയാണെങ്കിൽ ഫ്രൈഡ് മോമോസും ചിക്കൻ നൂഡിൽസും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്തായാലും മേടിച്ചതല്ലേ, ജസ്റ്റ് ട്രൈ ചെയ്തിട്ടൊക്കെ പോവാം. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് മോമോസും കഴിച്ചു, എബിക്കുട്ടൻ നൂഡിൽസും കഴിച്ചു. അങ്ങനെ ഇനി അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനിയും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനിയും പോയിട്ട് വേണം ഇച്ചായന് ഷോപ്പ് തുറക്കാൻ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.